അപ്പൊ ഇന്ന് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ നമ്മുടെ നാട്ടിലെ അടിപൊളിയായിട്ടൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ പങ്കെടുത്തു. അപ്പോൾ അതിന്റെ വീഡിയോസ് ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ നാട്ടിലെ മുതിർന്നവരും അതേപോലെ തന്നെ പ്രമുഖരും യുവാക്കളും ചേർന്ന ഒരു ചെറിയൊരു പ്രകടനത്തോടെ നമ്മളെ പരിപാടിക്ക് ആരംഭമായി. സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ 80 വർഷങ്ങൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും നെഞ്ചിലെ അഭിമാനം തിരതല്ലുന്ന മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടി. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നാലകത്ത് ഗഫൂർ ബാവൻ്റെ നേതൃത്വത്തിൽ പതാക ഉയർത്തി ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം വായിക്കുകയും 80ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നേരുകയാണ്. ഇന്ത്യ ചരിത്രത്തിൽ വ്യത്യസ്ത ഭാഷകൾ, ഭക്ഷണ രീതി, ഭൂപ്രകൃതി, ലത്തീഫ് കാക്കാന്റെ നേതൃത്വത്തിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും എല്ലാവരും അത് ഏറ്റുചൊല്ലുകയും ഉണ്ടായി. എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന ഓരോ ശ്വാസത്തിനും ഈ സ്വാതന്ത്ര്യ ദിനത്തിനു പിന്നിൽ ജീവൻ നൽകിയ അനേകം മഹാരഥന്മാരുണ്ട്. അവരുടെ ത്യാഗത്തെ നന്ദിയോടെ സ്മരിക്കാം. പരിപാടിയുടെ ഭാഗമായിട്ട് ഒരു ക്വിസ് മത്സരം സംഘടിപ്പിക്കുകയും സമ്മാനം 1947 നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതെന്ന് എല്ലാവർക്കും അറിയാം. ഓഗസ്റ്റ് 15. അന്ന് ഏതായിരുന്നു ആ ദിവസം? ആഴ്ചയിൽ ഏത് ദിവസമായിരുന്നതാണ്? വെള്ളിയാഴ്ച. അപ്പൊ ഗരിമക ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആരായിരുന്നു? പഴശ്ശിരാജ. അപ്പൊ ഗരിമാക 2 ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം 72 സെക്കൻഡ്. 52. ഓക്കെ, സാധിക്കേ. പങ്കെടുത്ത എല്ലാവർക്കും മധുരവും നൽകി നല്ലൊരു നാളേക്കായി തിളക്കമുള്ളൊരു ഭാരതത്തിനായി നമുക്കെല്ലാവർക്കും കൈകോർത്ത് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ 80ാം സ്വാതന്ത്ര്യ ദിനാശംസകൾ. ജയ് ഹിന്ദ്.